ഹലോ. ഇല്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കേ. അതെ, ചേട്ടനൊരു പൂജയിലാണ്. ഓക്കെ. ഹലോ. ഇല്ല, പൂജയിലാണ്. അയാള് പ്രസംഗിക്കട്ടോ. വെള്ളമടിക്കുന്ന ഗാന്ധിയനെന്നും പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ഒട്ടിക്കും. വേണ്ട വേണ്ട വേണ്ട, പ്രസംഗം തടസ്സപ്പെടുത്തൊന്നും വേണ്ട. ശരി ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. இது ரொம்ப அநியாயம்டா. எவ்வளவு நேரமா நான் உன் அண்ணனை காத்துக்கிட்டு இருக்கேன். வந்திருக்கிறது பழனிவேல் செட்டியார்னு அவனுக்கிட்ட சொல்லலையா? എല്ലാം വേണ്ടതുപോലെ ചേട്ടൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ പൂജ കഴിയാതെ കാണാൻ പറ്റില്ല. அவ்வளவு பெரிய டைம் எடுக்குது. இது என்ன பெரிய யாகமா? உனக்கு தெரியாத சுகா, இந்த ஸ்டேட் பூரா கண்ட்ரோல் பண்ணிட்டு இருக்கிற மேடையில் தேவராஜ் இல்லையா? അവൻ തർണാകയിലെ എന്റെ ബംഗ്ലാവിന്റെ പൂമുഖത്ത് മേൽമുണ്ടഴിച്ച് അരയിൽ കെട്ടി എന്റെ വറവും കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എപ്പിടിയോ ലീസിനെടുത്ത് അവരുടെ ലൊടുക്ക് ടാങ്കർ ലോറി പൂരാ സ്പിരിറ്റ് നിറച്ച് ആന്ധ്ര ബോർഡർ കടത്തിക്കൊടുത്ത ഞാൻ താൻ. ബാക്ക് ഇൻ 1972 ഒരു ചില്ലിക്കാശ് ഞാൻ വാങ്ങിയില്ലേ. എല്ലാമേ ക്രെഡിറ്റ് താൻ. പുരിയുതാ? പിന്നവൻ വച്ചടി വളർന്നു. എനിക്ക് നാൾക്ക് നാൾ നാശം. നിന്റെ ചേട്ടന് പഴയതൊന്നും ഓർമ്മയേ ഇല്ല. ஞாபகமே கிடையாது. பழனிவேல் செட்டியாருக்கு யாருடைய சௌஜன்யம் வேணாம். ஆனா ஒரு சின்ன அட்ஜஸ்ட்மெண்ட் இந்த தடவை உன் அண்ணன் அதனுக்கு செய்துதான் ஆவணும். വണക്കം മുതലാളി, എത്ര നാളായി കണ്ടിട്ട്. സൗഖ്യമാ? ഞാൻ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറാച്ചു. എവിടെ തിരിഞ്ഞാലും ശത്രുക്കളാ ചെട്ടിയാരെ. അതുകൊണ്ടൊരു പൂജ കഴിപ്പിച്ചു. ശത്രു സംഹാരം. ദേവരാജ, നിനക്കറിയാമല്ലോ എന്റെ സ്ഥിതി. എങ്ങോട്ട് തിരിഞ്ഞാലും കഷ്ടവും നഷ്ടവും മാത്രം. നീ എനക്കൊരു ഉദവി പണ്ണണം. കണ്ടിപ്പാ പണ്ണണം. എന്നാ? കേരളത്തിലെ ലിക്കർ പോളിസി മാറിയതിന്റെ പിന്നിൽ നീയാണെന്ന് എനിക്ക് തെരിയും. നീ മനസ്സ് വച്ച കേരളത്തിലെ സ്പിരിറ്റ് ബിസിനസ് മുഴുവൻ എനിക്ക് കിട്ടും. ലൈക്ക് ഓൾഡ് ടൈംസ് നമുക്കൊരു പാർട്ണർഷിപ്പ് ഡീൽ. ചെട്ടിയാർക്ക് എന്റെ രീതികൾ അറിയാമല്ലോ. ഐ ബിലീവ് ഓൺലി ഇൻ ക്യാഷ് ഡൗൺ ബിസിനസ്. ഏത് പർട്ടീഷന് മുമ്പും കാശ് മേശപ്പെട്ട് വെക്കണം. അതാ എന്റെ ഒരു രീതി. ദേവരാജ, നീ എന്നെ സഹായിക്കണം. ഫോർ ഓൾ ടൈം സേക്ക്. ഐ എം സോറി, നോ നെഗോഷിയേഷൻ റിഗാർഡിംഗ് ദിസ്. നിനക്ക് വേണ്ടത് ഞാൻ കൊണ്ടുവന്നിരിക്കേ. കാശാണോ? എത്രയുണ്ട്? சொல்றேன்டா. സ്വീറ്റ് മെമ്മറീസ്. ഇത് പൂരാ നിனைவுകൾ. നിന്റെ കഴിഞ്ഞ കാലത്തിന്റെ തെളിവുകൾ. ഇത് ഉന്നുടെ പാസ്റ്റ്. എന്നെങ്കിലും ഒരിക്കൽ പ്രയോജനപ്പെടുമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ചതാണിതല്ല. കേരളത്തിലെ പത്രങ്ങൾക്കും ചാനലുകൾക്കും നാളത്തേക്കൊരു സെൻസേഷണൽ ഹെഡ്ലൈൻ. നീ ആരിപ്പോ? കേരളത്തിലെ പെരിയ വ്യവസായി. ഇത് വെളി വന്ന ജനങ്ങൾ ഉന്നെ ഉയരോടെ എരിച്ചിടുവാങ്ക. നൗ ക്യാൻ വി ടോക്ക് ബിസിനസ്? ഷുവർ. ശരി. ഇത് ചെട്ടിയാരുടെ ഫേവറേറ്റ് ഐറ്റമാണ്. നല്ല ശുദ്ധമായ വാറ്റ്.
എടേ ദേവരാജ, നോ ഹാർഡ് ഫീലിങ്സ്. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. എടേ ദേവരാജ, എന്നെ ഇത് என்ன ദേവരാജ ഇത്? ഹലോ, അതെ എസ് ഐ ഈപ്പനാടോ? എപ്പോ? ഞാൻ അങ്ങോട്ട് വരാം. നമസ്കാരം. താമസിച്ചു ഇല്ലടോ സോമരാജ? പിന്നെ മുതലാളി ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങളെല്ലാം 1 മണിക്കൂറായി വെയിറ്റിംഗാ. താമസിക്കാൻ കാരണം തന്റെ പത്രം തന്നെയാണോ സോമരാജ? കർഷക കൂട്ടായ്മയും ബോധവൽക്കരണവും. കോട്ടയത്ത് അഖണ്ഡ സെമിനാർ ഉദ്ഘാടനം ചെയ്തിട്ട് കെട്ടിയെടുക്കുവാ ഞാൻ. ഈ അച്ചായന്റെ ഓരോരോ തമാശകളെ. അന്യനാട്ടിൽ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്ത് ടയർ കമ്പനിയുടെ ലാഭം ഇരട്ടിപ്പിക്കുക. കൂട്ടത്തിൽ അണ്ടങ്കീർന്നിക്കുന്ന റബ്ബർ കർഷകരെ ഉദ്ധരിക്കാൻ മുക്കിന് മുക്കിന് കൂട്ടായ്മയും പത്രത്തിൽ കളർ സപ്ലിമെന്റ്. അശോക, ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ. പ്രസ് ക്ലബിൽ നിന്ന് വല്ലവുമാർ ഇയാളുടെ പുറകെ മണം പിടിച്ചു വന്ന് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചോളാം. നാളെ ഫ്രണ്ട് പേജിൽ 5 ഓളം അച്ചു നിരത്താലോ. മേടയിൽ ദേവരാജന്റെ വീട്ടിൽ ഉമ്മൻ കോശിയുടെ രഹസ്യ സന്ദർശനം. വരണം നേതാവേ, വരണം. ഇത്രയും നേരമായിട്ട് കാണാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു അനിയൻ ഇനി വരത്തില്ലെന്ന്. വരാതിരിക്കാൻ പറ്റുമോ? അതുപോലത്തെ കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. തന്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട് ദേവരാജ. ആ ചെട്ടിയാരുടെ മരണത്തിൽ പലർക്കും പലവിധ സംശയങ്ങളും ഉണ്ട്. ഇരിക്കെ അതിലിനി എന്തോന്ന് സംശയം? കേസ് അന്വേഷിച്ച CA ഇൻചാർജ് വരദരാജനും SA ഈപ്പനും കൂടി പുട്ടപ്പ് ചെയ്തേക്കുന്ന റിപ്പോർട്ട് പക്കയാ. എ ക്ലീൻ കേസ് ഓഫ് സൂയിസൈഡ്. സാമ്പത്തിക ബാധ്യതകളിൽ മനം തകർന്ന പഴയ ഒരു മധ്യരാജാവിന്റെ ദാരുണമായ അന്ത്യം അങ്ങനെ എല്ലാവരും കരുതിയിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ പൈങ്കിളി റിപ്പോർട്ടിംഗ് കൂടി ആയപ്പോ സംഗതി കൺവിൻസിംഗ് ആയി. അല്ലടോ? ഇതൊരു ഡെഡ്ലി കോമ്പിനേഷനാ. തെങ്ങും കള്ളും വോഡ്കയും. കേൾക്കുമ്പോ ഒരല്പം തൊഴിലാളി വർക്ക ഫ്ലേവർ ഉണ്ടെങ്കിലും സാധന സ്വയംഭന. എ റിയൽ ഫെയർവെൽ ടു ഗ്ലൂം ട്രീ. എന്റെ ടെൻഷൻ എനിക്കല്ലേ അറിയൂ. ദേവരാജ, താൻ വിചാരിക്കുമ്പോലല്ല കാര്യങ്ങള്. ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞാൽ ഇറങ്ങുമ്പോ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാതെ
കൃഷി വകുപ്പ് മന്ത്രി ഇക്ബാലിന്റെ വക ചെട്ടിയാരുടെ മരണത്തെക്കുറിച്ചൊരു ഒബ്ലിക് റെഫറൻസ്. പോലീസ് റിപ്പോർട്ടിങ്ങിന്റെ ഓതന്റിസിറ്റിയെ സംശയിക്കാൻ തൽക്കാലം ന്യായങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാനത് ഒതുക്കി. പക്ഷേ അവൻ അടങ്ങുമെന്ന് തോന്നുന്നില്ല. തനിക്കറിയാലോ, അവന്റെ വാപ്പ മൊയ്തീൻ സാഹിബും ഈ ചെട്ടിയാരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സോ ഐ സ്മെൽ എ റാറ്റ്. ആ മന്ത്രി പുങ്കവൻ ഇപ്പോ അങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ലോക്കൽ പോലീസ് റിപ്പോർട്ട് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം വേണമെങ്കിൽ നടപടി എടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലാണെന്ന് നന്നായിട്ട് അറിയാം ആ കൊച്ചന്. അതല്ലടോ, ഇപ്പൊ തന്നെ ഞാനും താനും അടങ്ങുന്ന ഒരു നെക്സസ് ഭരണം കയ്യേറുന്നു എന്നൊരു പരാതിയുണ്ട് പലർക്കും. കള്ളുനയം ചർച്ച ചെയ്ത ഹൈപ്പവർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഞാൻ വിട്ടുനിന്നത് തന്നെ സഹായിക്കാനാണെന്ന് ഇയാളുടേതൊഴിച്ചുള്ള എല്ലാ പത്രങ്ങളും എഴുതി. ചാനലുകൾ ഒന്നടങ്ങ് റിപ്പോർട്ട് ചെയ്തു. പള്ളിയും പട്ടക്കാരും ഒക്കെ ഫലത്തിൽ എനിക്ക് എതിരുമായി. ഒന്ന് ചുമ്മാ ഇരിക്കണം സാറേ. കാർഷിക മുതലാളിമാർക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും ഭൂമി പഴിച്ചു കൊടുക്കലും വിദ്യാഭ്യാസ കച്ചവടവും ഒക്കെ കൂടി സഭയും സമുദായത്തെയും നന്നായി പരിപോഷിപ്പിക്കുന്നുണ്ടല്ലോ. അതിന്റെ നന്ദി സ്നേഹമൊക്കെ അവർക്ക് സാറിനോടുണ്ട്. കള്ളുനയം മാറി സ്പിരിറ്റ് കടത്തലും കള്ളച്ചാരായ ബിസിനസും പുഷ്ടിപ്പെടുമ്പോ കൊഴുത്ത് തീർക്കാൻ പോകുന്നത് പകുതി പേരും ഈ കൂലങ്കർഷമായി വിമർശിക്കുന്ന നിങ്ങളുടെ സഭയിലെ പ്രമാണിമാര് തന്നെയാ. തലപ്പത്തിരിക്കുന്നവന്മാര് തമ്മിലടിച്ചും കൈയിട്ടുവാരിയും ചിത്രപ്പെട്ടു പോയ വ്യാപാര വികസന സമിതി എന്നൊരു സംഘടന ഉണ്ടല്ലോ. പ്രതിവർഷം 697 ലക്ഷം രൂപ വരുമാനമുള്ള ആ പ്രസ്ഥാനത്തെ പർച്ചേസ് ചെയ്യാനും അത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി വളർത്തിയെടുക്കാനും ഒരുപാട് ഊർജവും സമയവും ധനവും വ്യയം ചെയ്തിട്ടുണ്ട് ഞാൻ. അതിന്റെ കൂടെ നിൽക്കുന്ന സകലമാന ക്രിമികീടങ്ങളെ ഉദ്ധരിപ്പിക്കാനൊന്നുമല്ല. ബീയിങ് എ ബിസിനസ്മാൻ, ഐ വാണ്ട് സോളിഡ് റിട്ടേൺ ഫോർ മൈ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വികസന സമിതിയുടെ നിയന്ത്രണത്തിലുള്ള രാഷ്ട്രീയ കക്ഷി അടുത്ത മാസം നിലവിൽ വരും. ചൂണ്ടിക്കാണിക്കുന്ന ചിഹ്നത്തിൽ കണ്ണും പൂട്ടിക്കുത്തുന്ന വോട്ട് ബാങ്കിന്റെ ബലത്തിൽ ഭരണമുന്നണിയിൽ ഘടകകക്ഷിയുമാകും. അനാരോഗ്യത്തിന്റെ പേരും പറഞ്ഞ് എനിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു തരാൻ ഗോതയിലുള്ള ഒരാൾ എപ്പോഴേ തയ്യാർ. സോ ഇറ്റ് ഈസ് സ്മൂത്ത് സെയിലിംഗ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും കാര്യങ്ങൾ താൻ കരുതുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. നോ, എവറിത്തിങ് ഈസ് സിമ്പിൾ, ആസ് സിമ്പിൾ ആസ് എ സ്ട്രൈറ്റ് ലൈൻ. നേർരേഖയിലൂടെ മുന്നോട്ടുള്ള പോക്കിൽ വഴിമുടക്കാൻ ആരെങ്കിലും വന്നാൽ കട്ടിക്കരിഞ്ഞ ശവങ്ങൾ ഇനിയും കൊച്ചി കടപ്പൊട്ടടിയും. അറിയാലോ. ഓരോ നോട്ട് സാർ വെറുതെ അപ്സെറ്റ് ആവണ്ട. ചെയ്തിരുന്ന ഉപകാരങ്ങൾക്കെല്ലാം കൂടി ഞാൻ ഒരു വിലയിട്ടിട്ടുണ്ട്. സാറിന്റെ ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ വില. നാട് കെട്ടിയാലും നാട്ടാര് മുടിഞ്ഞാലും എനിക്കൊന്നും പറയാനില്ലെന്ന് മാത്രം പറയുന്ന നേതാവിനെ വലിയ താഴേക്കിടുന്ന നമ്മള്. ഒന്നുകിൽ പാർട്ടിയുടെ ആസ്ഥാന പുണ്യാളനായി മാറ്റി ഹൈക്കമാൻഡിൽ കുടിയിരിപ്പ്, അല്ലെങ്കിൽ പരമപദം പോകി ഡൽഹിയിൽ അങ്ങ് സുഖവാസം. അണിയറയിൽ ചരട് വലിക്കുന്ന സൂത്രധാരന്റെ വേഷം അഴിച്ചു വെച്ച് സാറിന് അരങ്ങത്തേക്ക് വരാം. ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി. അയ്യോ, അത് തന്നെയാണ് ഞങ്ങളെ പത്രത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നടക്കൂ മുതലാളി. നടക്കുവനിയാ, അല്ലെങ്കിൽ നടത്തും ഈ ദേവരാജൻ. ബിലീവ് മീ, നോ വൺ ക്യാൻ സ്റ്റോപ്പ് us.
ഇത് ഓട്ടം പോവോ? ഇത് പോവില്ല. ദാ അവിടെ. അവിടെയോ? ആ അവിടെ. പോവോ? എങ്ങോട്ടാ? ദാ, കേറ്. ആ കേറ് കേറ്. 50 രൂപയാവും. അവിടെ തന്നെ കാണാൻ വർത്താനം വേണ്ടെന്ന് വെച്ചിട്ട് പറയാ. ഇത് വർക്ക് ചെയ്യില്ലേ? ഇത് ഓടില്ലേന്ന്? ഓടും, പക്ഷെ ഓടിക്കാറില്ല. അതെന്താ? അതങ്ങനെയാ. കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട സാറേ. 50 രൂപയ്ക്ക് സമ്മതമാണേ പോവാം. അല്ലെങ്കിലേ ആളെ മെനക്കെടുത്ത് അത് വണ്ടി കാലിയാക്കും. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടം വിളിച്ചപ്പോ ഉണ്ടേ. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഇറങ്ങ. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങ. ഇറങ്ങിക്കേ. വേണ്ട. എന്താണ് രാവിലെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്? പുതുതായിട്ട് വകുപ്പ് പഠിപ്പിക്കാമെന്ന സാറാ. സ്റ്റാൻഡിൽ കിടക്കണ ഓട്ടോ വിളിച്ചാ പോണം. അതും മീറ്റർ ഇട്ട് ഓടണം. സംശയം വല്ലോണ്ട് ചോദിച്ച് ക്ലിയർ ആയിക്കോ. എപ്പോഴും സാറിനെ കൈ കിട്ടിന്ന് വരില്ല. ഒന്ന് മാറിക്കേ. അണ്ണാ വണക്കം. വണക്കം വണക്കം. എന്താടാ ദൈവം. എന്താണ് പ്രശ്നം? അതെ ചേട്ടാ, ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഈ സ്ഥലം നല്ല പരിചയം പോരാ. ഫോണിന്റെ അഡ്രസ് കയ്യിലുണ്ട്. ഈ ചങ്ങാതിയുടെ ഓട്ടോയിൽ കയറിയപ്പോ മൂപ്പര് പറയാ അവിടം വരെ പോകാൻ 50 ഉറുപ്പ്യാവത്രേ. മീറ്ററിൽ കാണുന്ന തുക തരാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണമില്ല. ഇവിടെ മീറ്റർ ഓടിക്കില്ല അത്രേ. അത്രേ ഉള്ളൂ. ഇത് വെറും സിമ്പിൾ ഇഷ്യൂ അല്ലേ? അതെയോ? നമുക്ക് വഴി ഉണ്ടാക്കാം സാറേ. സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടെ ആദ്യമായിട്ട് ആ സ്ഥലം നല്ല പരിചയമില്ലാന്നൊക്കെ. അതായതിന്റെ ഒരു മൂല കാരണം ഈ നാടത്ര ശരിയല്ല സാറേ. ഇവന്മാരൊക്കെ മഹാപേശക ടീമുകളാണെന്നേ. അതുകൊണ്ട് രാവിലെ വഴക്കിനും വക്കാണത്തിനും നിൽക്കാതെ പറഞ്ഞ കാശ് സംബന്ധിച്ച സ്ഥലം വിട്ടോ. കൂടെ ലേഡീസ് ഒക്കെ ഉള്ളതല്ലേ. എടാ വേറെ വണ്ടി എടുത്തോ, സംഗതിയൊക്കെ സോൾവ് ആയി. അതെ ചേട്ടാ, നമ്മളാരാ മനസ്സിലായില്ല. ഓഹോ, നമ്മളൊരു പാവം അല്ലറ ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ ഉണ്ട്. ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ് സദാനന്ദൻ. ഹാവു, ആശ്വാസായി. അതെ സദാനന്ദൻ ജി, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഓട്ടോയിൽ തന്നെ പോണം. അതും മീറ്റർ ഇട്ട് തന്നെ പോണം. അതൊരു സാധാരണ ഉപഭോക്താവിന്റെ അവകാശമല്ലേ. സദാനന്ദൻ ജിയെ പോലൊരു തൊഴിലാളി നേതാവിന് അത് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവകാശം പറയാൻ കാലുകുത്തിയ കളം തെറ്റിപ്പോയി മോനു. വെറുതെ വെടക്കാക്കാൻ നിൽക്കണ്ട. നല്ല ബുദ്ധി പറഞ്ഞോട് പെങ്ങളെ. കൈയെടുക്ക്. കൂടുതൽ ഷൈൻ ചെയ്യില്ലേ. ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാൽ ഈ പിള്ളേരെല്ലാം കൂടെ കൊത്തി നുറുക്കും തന്നെ. എന്താ ഇവിടെ പ്രശ്നം സാധനജി? ഈ പുന്നാരമോൻ എന്റെ കാലിനിടെ തന്നെ ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞു കൊടുറോ അവനോട്. മൊയിലേറെ ഓത്തൊളിപ്പിക്കണ്ട. എന്താടാ നിനക്ക് കോർക്കാൻ സദാനിച്ചേ കിട്ടിയുള്ളോ? ഇല്ല സാർ, ഞാൻ ഓട്ടം വിളിച്ചപ്പോ മീറ്റർ ഇട്ട് പോവാൻ. മീറ്ററോ? എന്ത് മീറ്റർ? അല്ല സാർ, ഞാൻ ഈ ഓട്ടോയോ? ഏതോട്ടോ? സാറിന്റെ അമ്മായിയമ്മയ്ക്ക് പേറ്റുനോവുണ്ടായപ്പോ കെട്ടിയെടുത്തോണ്ട് പോയ ഓട്ടോ ഇല്ലേ, സെയിം ഓട്ടോ. പോലീസുകാരെയാണോടാ കളിപ്പിക്കുന്നത്? നിന്നെ ഞാൻ
ഇവിടെ വാടാ. എടാ സദാനന്ദ, ഈ 3 ചക്രമുള്ള സാധനം സാധാരണക്കാരന്റെ വാഹനമാടാ. സ്ഥലപരിചയമില്ലാത്ത ആൾ ഇവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ അയാളെ എത്തേണ്ടടുത്ത് എത്തിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഇത് ഓടിക്കുന്നവനുണ്ട്. അല്ലാതെ പുറകിലിരിക്കുന്ന യാത്രക്കാരനെ കഴുത്തറുത്തുകൊണ്ട ശത്രുവായിട്ടല്ല കണ്ടത്. കേറടാ, കേറ്. നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. കേറ്. വണ്ടി എറാ, വണ്ടി എറാ, വണ്ടി. ആ ചെല്ല്, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ. 15 ഇത് മതിയാവും. അവിടെ ചെന്ന് ഒരു പരാതി എഴുതിക്കൂടെ, ഞാൻ നിന്നെയൊക്കെ നല്ല ചാർത്തി എന്ന് പറഞ്ഞിട്ട്. തല്ലിയതൊരു പോലീസുകാരനെ കൂടെ ആവുമ്പോ കേസ് നല്ല സ്ട്രോങ് ആവും. വണ്ടി എറാ, വണ്ടി എറാ. ആ നിക്ക് 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 നിക്ക്. പരാതി എഴുതി കൊടുക്കാൻ നിനക്ക് എന്റെ പേരറിയോ? ഇല്ല. ഭദ്രൻ, ഭദ്രൻ കെ മേനോൻ. എവിടെ പോയി ഒളിച്ചാലാ പന്നിയുടെ മോനെ പൊക്കണം സാറേ. അവനെ അകത്ത് കയറ്റി ഇടിച്ച് ഇഞ്ച പരുവാക്കണം. അല്ലെങ്കിൽ എനിക്കോ ഈ വർഗീസിനോ നാട്ടിൽ തലയും പൊക്കി നടക്കാൻ പറ്റില്ല. എങ്ങാണ്ടെന്നോ വന്നൊരു ചെറ്റയുമായി കോർത്ത് ഞാൻ തോറ്റു എന്നറിഞ്ഞ ആ നിമിഷം ദേവരാജൻ മുതലാളി എന്റെ പേര് വിട്ടു. അത് ഓർക്കുമ്പോ എന്റെ കൈയും കാലും വിറക്കുക. സാറേ, പറയുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. എന്നാലും പറയാ, ഈ ജങ്കാർ ജെട്ടിയിൽ ഓട്ടോക്കാരെ കുറിച്ച് പരാതി കിട്ടാത്ത ഒരൊറ്റ ദിവസം പോലുമില്ല. നാട്ടുകാർ അവന്മാരെ വിളിക്കുന്നത് എന്താണെന്നറിയോ? ഓട്ടോ കമ്പനിന്ന്. ക്രിമിനൽ കേസിൽ പ്രതിയാകാത്ത ഒരൊറ്റ പോലും അവരുടെ കൂട്ടത്തിലില്ല. സാറേ, ഇവന്റെയൊക്കെ ശരിക്കുള്ള തൊഴിൽ ദേവരാജൻ മുതലാളിക്ക് വേണ്ടി കള്ളച്ചാരായം കടത്തലും തല ഒഴിപ്പിക്കലും ഒക്കെയാ. നിർത്തല. നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? ഇടാ പൊന്നുമോനെ, പോലീസ് ട്രെയിനിങ്ങിന്റെ പുതുമോടിയും കൊണ്ട് ക്രമസമാധാനം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ, കാച്ചിക്കളയും ഞാനീ പറയുന്നതേ താനും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ഇടൂ സദാനന്ദ, ഓട്ടോ കമ്പനിയെ ഒറ്റയ്ക്ക് നിരത്തിയിട്ട് തന്നെയും വർഗീസിനെയും പരാതി തരാൻ ഇങ്ങോട്ട് കയറ്റിവിട്ടവൻ അവൻ വെറും അത്താഴം മുടക്കിയല്ല, ഏതോ മുന്തിയ ഇനമാ. എന്ത് മുന്തിയ ഇനമാണേലും അവന്റെ വിഷപ്പല്ല പറിച്ചെടുക്കണം സാറേ. ഈ സദാനന്ദന് നേരെ പൊങ്ങിയ കൈ ഇനി ഒരു പിടി അന്നം വാരാൻ പോലും അവന് ഉപകാരപ്പെടരുത്. അപ്പോഴേ നമ്മൾ എന്തിനെങ്കിലും എടുത്തിയാടി പുറപ്പെടുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കുന്നത് നല്ലതാണ് കേട്ടോ. അവൻ ഇനിയടാ സദാനന്ദ, ഓ ഇവനാണല്ലേ നീയെല്ലാം കൂടി പറഞ്ഞു പെരുപ്പിച്ച മഹാ അവതാരം. ഒന്ന് നിക്കടാ. സമ്മതിച്ചടാ നിന്റെ ചങ്കൂറ്റം. പോലീസുകാരനെ ഇടിച്ച് താഴെ ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് വിരിഞ്ഞു നിൽക്കുന്നോടാ നാറി. കണ്ടവനൊക്കെ പിടിച്ചു വെച്ചു കൊടുക്കുന്ന നിന്റെ ഈ നാറിയ കൈയും കൊണ്ട് എന്റെ നേർക്ക് വന്ന തിരുമ്മിത്തരിഞ്ഞാൻ ഇങ്ങനെ തിരുമ്മി. എനിക്കറിയാം, പറയട്ടെ. KPS ബാർ SO ബാർ 1966 ബാർ 2001 Special order for cancellation of suspension and reinstatement of Sub-Inspector E. Penny. ഭരണം മാറിയപ്പോ ചുളിവിലിതങ്ങ് ഒപ്പിച്ചെടുത്തു അല്ലേ? സസ്പെൻഷനും റദ്ദാക്കി ഇവിടെ ഒരു പോസ്റ്റിംഗും തരപ്പെടുത്തി ഈ കസേരയിലോട്ട് കയറി ഞെളിഞ്ഞിരുന്നിട്ട് മാസം 6 ആയുള്ളൂ. കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ പച്ച പിടിച്ചു വരുന്ന സമയത്ത് വെറുതെ എന്തിനാ ഇപ്പ നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നം? സാർ, ഓ അല്ല സാറിനെ മനസ്സിലായില്ലേ? ഓ സാറ്, അത് കൊള്ളാം. അതിനെന്താ, മനസ്സിലാക്കി തരാലോ. കാര്യങ്ങള് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്തോ? അകത്തല്ല, അകത്ത്. അയ്യോ, അത് സിയുടെ റൂമാ. ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോൺഫെഡറേഷൻ ഇവിടെ ഉണ്ടാവണം. അകത്തേക്ക് വരണം വിളിക്കുമ്പോ. സാറ് വരുന്നവരും ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നേരിട്ട്. ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇദ്ദേഹം അത് മുൻപരിചയമില്ലാത്ത സ്ഥലത്ത് വന്നുപെട്ട ഒരു കുടുംബത്തെ സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുമ്പോ കണ്ണും പൂട്ടി നോക്കി നിൽക്കുന്നത് എന്തുപകാരസ്മരണയുടെ പേരിലായാലും ശരി തെറ്റാണ്, അക്ഷന്തവ്യമായ തെറ്റ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയാൻ ശേഷിയുള്ളവരാണ് പോലീസുകാരിൽ പലരും. പക്ഷേ എവിടെ ഉണ്ടാവുമല്ലോ നാണം കെടുത്താനായിട്ട് കുറെ ഈപ്പന്മാർ.
അല്ലേ ഇപ്പ എന്റെ സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ ഇനിമേൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവരുത്, ഉണ്ടാവാൻ പാടില്ല. നിലവിലുള്ള പെൻഡിംഗ് കേസസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം വിത്ത് ദർ കറന്റ് സ്റ്റേറ്റസ്. കിട്ടിയില്ല. ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല സാർ. കഴിച്ചു സാർ. എന്നാ ചെല്ല്. ഇപ്പോ എന്തോ ഇപ്പൊ പറഞ്ഞ ഫയലുകളൊക്കെ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എന്റെ മേശപ്പുറത്തുണ്ടാവണം. ഓൺ മൈ ടെറർ. സാർ. എന്താ ചെയ്യുന്നേ? അമ്മ അച്ഛൻ എവിടെ? കണ്ണന് പുതിയ സ്കൂളിലൊക്കെ പോണ്ടേ? അവിടെ കളിക്കാൻ എന്തൊക്കെയുണ്ടെന്നറിയോ? അച്ഛൻ പോയി കണ്ണന്റെ അഡ്മിഷനൊക്കെ ശരിയാക്കി ഇപ്പൊ വരും. അച്ഛൻ വന്നിട്ട് ദൈവമേ വരാറായല്ലോ. മോള് നല്ല കുട്ടിയെ ഇവിടെ ഇരുന്ന് കളിച്ചോളണം. അമ്മ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. നിന്റെ അച്ഛന് വിശന്നാ പിന്നെ കണ്ണ് കാണില്ല. ബെഗനാ, തനി ബെഗൻ. ഈ 2 ലോഡ് സ്റ്റവും വെച്ച് എന്ത് ചെയ്യും ഞാൻ? യൂണിഫോം ഇട്ട് ആ പോലീസ് ജീപ്പിൽ ഒന്ന് അവിടെ വരെ പോയാൽ മതി. അപ്പൊ ആ ഗ്യാസ് ഏജൻസിക്കാര് സിലിണ്ടർ എടുത്ത് ജീപ്പിൽ വെക്കും. ചെയ്യില്ലല്ലോ. അധികാര ദുർവിനിയോഗാത്രേ. ആരാണോ ഇങ്ങനെ വായിക്കൊള്ളാത്ത വാക്കൊക്കെ കണ്ടുപിടിച്ചത്? നിന്റെ അച്ഛൻ. എത്തിയോ? കൊള്ളാലോ. വന്നിറങ്ങി ബോർഡ് തൂക്കി പറഞ്ഞ കിട്ടിയില്ലോ 5-6 രോഗികളെ. ഇവിടെ ഒന്നും നല്ല ഡോക്ടേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു. അതേ, ഇപ്പൊ ആൾക്കാർക്കൊക്കെ ഹോമിയോപ്പതിയിൽ നല്ല വിശ്വാസം. അതിവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. എന്താ? എടോ, അതുകൊണ്ടല്ല. താൻ കൊടുക്കുന്ന മരുന്ന് കഴിച്ചിട്ട് ഇന്ന് വരെ ഒരു രോഗിയും രക്ഷപ്പെട്ടായിട്ട് എന്റെ അറിവിലില്ല. സാറേ, ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ലോങ് ടേം ട്രീറ്റ്മെന്റാ. അസുഖം വേരോടെ പറിച്ചെടുക്കാൻ സമയെടുക്കും. ഇതുവരെ എനിക്കതിന് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ചെന്ന് 5-6 പേഷ്യൻസിനെയും കിട്ടി അവർക്ക് ആദ്യത്തെ ഡോസ് മരുന്ന് കൊടുക്കും. അപ്പോഴേക്ക് ഇയാൾക്ക് സ്ഥലം മാറ്റോ സസ്പെൻഷനോ ആവും. പിന്നെ എല്ലാം കെട്ടിപ്പെറുക്കി അടുത്തടുത്തേക്ക്. ഇവിടെയെങ്കിലും ഒന്ന് ഉറച്ചാ മതിയായിരുന്നു. വന്നിറങ്ങിയ ലക്ഷണം കണ്ടിട്ട് ഇവിടെയും തദൈവ. ഇല്ലടോ, ഇവിടെ ഒരു കുഴപ്പമുണ്ടാവൂല. നാട്ടുകാരെ മുഴുവൻ താൻ തന്റെ പഞ്ചാര ഗുളിക കൊടുത്ത് ഒരു വഴിക്കാക്കിക്കോ. പിന്നെ ഒരാഴ്ചയായി സാധനങ്ങൾ ഷിഫ്റ്റിങ്ങും എടുത്തു വെക്കലും ഒക്കെ ആയിട്ട്. അപ്പൊ എങ്ങനെയാ? എന്ത്?
ആരാ നിങ്ങളൊക്കെ? ആ സാമ്പാർ കുറച്ചും കൂടി ക്ഷമിച്ചി. ഇല്ല വേണ്ട, ഞാൻ തന്നെ എടുക്കാം. ഓക്കെ. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാക്കി തരാം. ഇരിക്കെ. എന്താ നിങ്ങൾക്ക് വേണ്ടേ? വേണ്ടത് എന്താന്ന് പറഞ്ഞ തരുവോ മാഷേ? എടാ ഇതാടാ ഇഡ്ലി സാമ്പാറും. നമ്മുടെ ചായക്കടക്കാരൻ കേശവനുണ്ടല്ലോ, ആ തെണ്ടിയോട് പോയി പറയണം ഇവിടെ വന്ന് ഈ അമ്മച്ചിക്ക് ശിഷ്യപ്പെടാൻ. അത് ശരിയാ. ദൈവത്തെ ഓർത്തൊന്ന് പറ, ആരാ നിങ്ങളൊക്കെ? എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? നാക്കി നെരി പോകുന്നതിന് മുമ്പ് ചൂട് ചായ ഒരു പുകയും ഒടുക്കത്തെ ഫീലിംഗ് ആ മോളെ. എല്ലാം കൂടി കുറെ ലോഡടിക്കേണ്ടി വരും, അല്ലടാ സോമു? പിന്നെ അങ്ങനെ അങ്ങ് ഒതുക്കി മാറ്റാൻ പറ്റുമോ? ടെൻഷൻ വേണ്ട മാഷേ. ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ മാറ്റി ഈ വീട് ഞങ്ങൾ അങ്ങ് കാലിയാക്കി തരാം. കാലിയാക്കാനോ? എന്താ ഈ പറയുന്നേ? എന്തിനാ ഇതൊക്കെ ഇവിടുത്തെ അടുത്ത് മാറ്റുന്നേ? എന്താ മാഷേ ഇത്? വിറ്റ വീട്ടിൽ ഈ സാധനങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനൊക്കോ? വിറ്റ വീടോ? എന്റെ വീട് ഞാൻ ആർക്കും വിറ്റിട്ടില്ലല്ലോ. ഈ ദേവരാജന്മാരുടെ ഓരോ തമാശകള്. അങ്ങനെ ഓരോ വസ്തുക്കൾ വാങ്ങും, പക്ഷെ വിൽക്കുന്നവരെ അറിയാല. ഇത് തന്നെയാ നമ്മുടെ ഹസൻ കോയ്ക്കും പറ്റിയത്. അയാളുടെ ഹോട്ടലിൽ മുതലാളി വാങ്ങി, പക്ഷേ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അയാൾ അത് അറിയുന്നത്. അയാളുടെ മോനടുത്തുണ്ടായിരുന്നു. ആ പന്തിക്ക് വാശി ഒഴിഞ്ഞു തരാൻ പറ്റിയല്ലാന്ന്. പിന്നെ ഞങ്ങൾ അവനെ അങ്ങോട്ട് ഉറക്കി. ആഹാ, അപ്പൊ അതാണ് കാര്യമല്ലേ? നാള് കുറയായി നിന്റെ ഈ ദേവരാജന്റെ പിണിയാളുകൾ എന്റെ തറവാടിന്റെ കോലായിൽ കയറി ഇറങ്ങുന്നു. അയാൾക്ക് ഇവിടെ സായിപ്പന്മാരെ കുളിപ്പിക്കുന്ന റിസോർട്ട് തുടങ്ങണം പോലും. പട്ടിണിയും പരിവട്ടവും ഉണ്ട്. പക്ഷേ എന്റെ പരദേവതയുടെ കടാക്ഷമുള്ള ഈ മണ്ണ് ഒരു കള്ളുഷാപ്പുകാരനും ഞാൻ തീരെഴുതി കൊടുക്കില്ല. വെറുതെ ആംബിയർ കൂട്ടി തടി ബെടക്കാക്കാൻ നോക്കണ്ട. നിന്റെ ഈ വീടും പറമ്പും തീരെഴുതിയ പ്രമാണമായത്. പിടിക്ക്. മുതലാളിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, യശോധരൻ. അയാളുടെ പേർക്കാ തീരെഴുതി കൊടുക്കണ്ടേ. വെറുതെ അല്ലടോ, 10 ലക്ഷം രൂപ തന്റെ അണ്ണാകിലോട്ട് കുത്തി കയറി തരും അഡ്വാൻസ്. ഇത് വാങ്ങിച്ച് മര്യാദക്ക് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് തന്നു. ഭീഷണിയാണോ? കടക്കട എന്റെ പണിക്ക് പുറത്ത്.